ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ആം ആദ്മി പാർട്ടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. സഖ്യസാധ്യത സംബന്ധിച്ച് കോൺഗ്രസുമായി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ നീക്കമെന്നതും ശ്രദ്ധേയം. 20 പേരുടെ പട്ടികയാണ് ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കരുതപ്പെടുന്ന ഭൂപേന്ദ്ര സിംഗ് ഹൂഡെ മത്സരിക്കുന്ന ഗാർഹി സാംപ്ല കിലോളിയിലും ഗുസ്തി താരം വിനീഷ് ഫോഗട്ട് മത്സരിക്കുന്ന ജുലാനയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിൽ 10 എണ്ണത്തിലെങ്കിലും മത്സരിക്കാൻ ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുമ്പോൾ കോൺഗ്രസ് 7 സീറ്റുകൾ മാത്രം വിട്ടു നൽകാം എന്ന സമീപനമാണ് സ്വീകരിച്ചത്. സീറ്റ് വിഭജനത്തിലെ അഭിപ്രായ വ്യത്യാസമാണ് സഖ്യം രൂപീകരിക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. ചർച്ചകൾ പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കിയത്. 50 സീറ്റുകളിൽ മത്സരിക്കാനാണ് ആം ആദ്മി തീരുമാനിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയാണ് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ സീറ്റ് വിഭജന ചർച്ചകളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടികൾക്കിടയിൽ തർക്കം വന്നത്. സഖ്യത്തെ ഭൂപേന്ദ്ര സിംഗ് ഹൂഡെ വിഭാഗം എതിർത്തിരുന്നു. ഒരു യോഗത്തിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഗുസ്തി താരം വിനീഷ് ഫോഗട്ടിനെ അടക്കം സ്ഥാനാർത്ഥികളാക്കി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറക്കിയത്. അതേസമയം കോൺഗ്രസ് ആം ആദ്മി സഖ്യം തകർന്നാൽ അത് ഗുണം ചെയ്യുന്നത് BJPക്കുമായിരിക്കും. ഹരിയാനയിൽ വോട്ട് വിഭജിച്ചു പോകരുതെന്നും സഖ്യമായി മത്സരിക്കാനുമുള്ള സാധ്യത തേടണമെന്നും കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ സീറ്റ് വിഭജനം ബുദ്ധിമുട്ടാവുമെന്നായിരുന്നു ഹൂഡെ അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചത്. രാഹുലിന്റെ നിർദ്ദേശത്തെ ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തിരുന്നു. കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭാ MP രാഘവ് ചദ്ദയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ഹരിയാനയുടെ ചുമതലയുള്ള ദീപക് ബാബരിയാണ് കോൺഗ്രസിനു വേണ്ടി പ്രാഥമിക ചർച്ചകളിൽ പങ്കെടുത്തത്. എന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ സീറ്റ് ധാരണ ഉണ്ടായില്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ സുശീൽ ഗുപ്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. 20 സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി കുറഞ്ഞത് 10 സീറ്റെന്ന നീക്കുപോക്കിനും തയ്യാറായിരുന്നുവെന്നാണ് സൂചന. ഒറ്റ സംഖ്യയിലുള്ള സീറ്റ് മാത്രമേ നൽകാൻ കഴിയൂവെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. 4 സീറ്റ് വരെ മാത്രമേ സാധ്യമാകൂ എന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഹൂഡെ രാഹുലിനോട് പറഞ്ഞത്. 7 സീറ്റ് വരെ എന്ന ഒത്തുതീർപ്പിനും ഒടുവിൽ തയ്യാറായിരുന്നുവെന്ന് സൂചനയുണ്ട്. അതേസമയം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസും പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസിൽ അംഗത്വമെടുത്ത ഒളിമ്പ്യനും ഗുസ്തി താരവുമായ വിനീഷ് ഫോഗട്ടിനും കോൺഗ്രസ് സീറ്റ് നൽകിയിട്ടുണ്ട്. ജുലാന സീറ്റാണ് വിനീഷ് ഫോഗട്ടിന് കോൺഗ്രസ് നൽകിയത്. കോൺഗ്രസിൽ ചേർന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിനീഷ് ഫോഗട്ടിന് ഹരിയാന തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് ലഭിച്ചത്. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിൽ 31 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയെ ഗാർഹി സാംപ്ല കിലോളി സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കും. മുൻ കർണാൽ മേയറും സധൌര സീറ്റിൽ നിന്നുള്ള സിറ്റിംഗ് MLAയുമായ രേണു ബാലയ്ക്ക് അതേ സീറ്റിൽ വീണ്ടും മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നൽകിയിട്ടുണ്ട്. ബാദ്ലി MLA കുൽദീപ് വത്സിനും സിറ്റിംഗ് സീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുൻ MLA ആയിരുന്ന ബിഷൻ ലാൽ സൈനിക് റഡൌർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുക. സംസ്ഥാന അധ്യക്ഷൻ മധാവി ഉദയ് ഭാൻ ഹോഡലിൽ നിന്നും മത്സരിക്കും. സുരേന്ദർ പൻവാർ സോനിപത്തിലും ഭരത് ഭൂഷൺ ബത്ര റോത്തക്കിലും കുൽദീപ് വോട്സ് ബാദ്ലിയിലും ചിരഞ്ജീവ് റാവു രേവാരിയിലും നീരജ് ശർമ്മ ഫരീദാബാദ് NITയിലും മത്സരിക്കും. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ നേരിടാൻ ലഡ്വയിൽ നിന്ന് മേവാ സിംഗിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. BJPക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഹരിയാനയിൽ ഭരണം ഉറപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ്. എന്നിരുന്നാലും AAP അടക്കമുള്ള സഖ്യകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ച് നൽകുന്നത് സംബന്ധിച്ച് പ്രതിസന്ധികൾ തിരിച്ചടിച്ചേക്കാമെന്നാണ് ഇപ്പോഴത്തെ പാർട്ടിയുടെ വിലയിരുത്തൽ. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ 5-നാണ് നടക്കുന്നത്. സെപ്റ്റംബർ 12-നകം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതുണ്ട്.